വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന എമൽഷൻ ആണ്. സോ ബേസിക്കലി എമൽഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു മേജർ ഫോർമുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ എമൽഷൻ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. സോ മൊത്തം 3 ടൈപ്പ് ഉണ്ട്: ഓയിൽ ആൻഡ് വാട്ടർ, വാട്ടർ ആൻഡ് ഓയിൽ, പിന്നെ കോംപ്ലക്സ് ടൈപ്പും ഉണ്ട് കേട്ടോ. സോ നമ്മുടെ ക്രീംസ് ഉപയോഗിക്കാനും ഓയിൽമെന്റ് ഉപയോഗിക്കാനും ലോഷൻസ് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ എമൽഷൻ യൂസ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി എൻ്റെ ഒരു ഡയമീറ്റർ, ബേസിക്കലി ഫേസിന്റെ പാർട്ടിക്കിൾസ് ഡയമീറ്റർ 0.1 to 10 μm ആണ്. സോ അതൊക്കെ നമുക്ക് നോക്കാം, ഫർദർലി അങ്ങോട്ടേക്ക് പഠിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടും. സോ ടൈപ്പ് ഓഫ് എമൽഷൻ ഓൾറെഡി പറഞ്ഞതുപോലെ ദ ഫസ്റ്റ് വൺ ഈസ് ഓയിൽ വാട്ടർ ആണ്. സോ ഓയിൽ വെള്ളത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഓയിൽ ഫേസിനെ എന്ത് ചെയ്യുന്നു, ഗ്ലോബ്യൂൾസ് ആയിട്ട് അക്വസ് കണ്ടിന്യൂസ് ഫേസിനകത്തിട്ടുണ്ട്. അപ്പം ഒരു കണ്ടിന്യൂസ് ഫേസ് കൊണ്ട് ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് ഫേസ് ഇവിടെ അക്വസ് ഫേസ് ആയിരിക്കും ആൻഡ് ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിരിക്കും. സോ കോമൺലി ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. കുറെ സിറപ്സുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിരിക്കുക. അത് മാത്രമല്ല ലൈക്ക് എമൽസിഫൈങ് ഏജന്റ് ലൈക്ക് നോൺ അയോണിക് സർഫസ് ഏജന്റ്സ്, അക്കേഷ്യ, ട്രഗകാന്തസ്, സോഡിയം ലോറൽ സൾഫേറ്റ് ഒക്കെയാണ് ബേസിക്കലി ഇവിടെ എമൽസിഫൈങ് ഏജന്റ് ഉപയോഗിക്കുക. പക്ഷേ ഈ എമൽസിഫൈങ് ഏജന്റ് ഒരു പ്രത്യേകത ഉണ്ട്, റിക്വയർസ് വാട്ടർ സോലുബിൾ എമൽസിഫൈങ് ഏജന്റ്. ഇവിടെ ഉപയോഗിക്കുന്ന എമൽസിഫൈങ് ഏജന്റ് എന്തായിരിക്കണം, വാട്ടർ സോലുബിൾ ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞു, ഓയിൽ വാട്ടർ ടൈപ്പ് പറഞ്ഞു. ഓയിലിന് എന്ത് ചെയ്യും, നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കോമൺലി നമ്മൾ ഓറലി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ വാട്ടർ സോലുബിൾ എമൽസിഫൈങ് ഏജന്റ് വേണം എന്നുള്ളതാണ്. രണ്ടാമത്തത് വാട്ടർ ഇൻ ഓയിലാണ്. വെള്ളം ഓയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഓയിൽ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ഫേസ് ആയിട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ നമ്മുടെ ദേഹത്തൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫിലാണ് നമ്മൾ മിക്കവാറും വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഉപയോഗിക്കുക. സോ ഇവിടെ എമൽസിഫയേഴ്സ് ബേസിക്കലി പോളിവാലന്റ് സോപ്സ്, സോബിറ്റോൾ എസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോള്, വൂൾ ഫാറ്റ് ഒക്കെയാണ് ബേസിക്കലി എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ എമൽഷൻ ഉണ്ട്. ഇവിടെ ഓയിൽ വാട്ടർ ഓയിൽ, വാട്ടർ ഓയിൽ വാട്ടർ ആണ്. സോ ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിചാരിക്കും പോലെയല്ല, ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. കാര്യം എന്താണ്, ഇത്രയും വലിയ കോംപ്ലക്സ് ആണ് ഓയിൽ വാട്ടർ ഓയിൽ. അപ്പൊ അതിന് ദാറ്റ് മീൻസ് വാട്ടറിന് അടുക്ക് നിർത്തിയിട്ട് ഓയിലിന് അപ്പുറം നിർത്തണം, പിന്നെ വെള്ളത്തിനിടയിലായിരിക്കണം ഓയില്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയുള്ളൊരു ഫോർമുലേഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി, കോംപ്ലക്സ് ഫോർമുലേഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആവശ്യമാണ്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് വെരി കോംപ്ലക്സ് ആണ്. അപ്പം അത് ഒരു സെപ്പറേറ്റ് സെഷൻ നമുക്ക് പിന്നെ നോക്കാം, അത് പ്രശ്നമില്ല. സോ ബേസിക്കലി നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കാം ഓയിൽ വാട്ടർ ആൻഡ് വാട്ടർ ആൻഡ് ഓയിലേക്ക് മിക്കവാറും ചോദിക്കേണ്ടാവും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് തിയറീസ് ഓഫ് എമൽസിഫിക്കേഷൻ ആണ്. സോ നമ്മൾ സസ്പെൻഷനിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും സർഫസ് ഫ്രീ എനർജി ഒരു പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ 2 ഇമ്മിസിബിൾ ലിക്വിഡ് നമ്മൾ അജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസിൽ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ 2 ഇമ്മിസിബിൾ ലിക്വിഡ് നല്ലപോലെ ഇളക്കുമ്പോൾ, അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഫോം സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസിങ് ദ ഇന്റർഫേഷ്യൽ ഏരിയ. അപ്പൊ ഇന്റർഫേഷ്യൽ ഏരിയ എന്ത് ചെയ്യുന്നു, കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിസ്പേഴ്സ്ഡ് ഫേസിൽ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ലീഡ് ടു, അപ്പൊ സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് ഹൈ സർഫസ് ഫ്രീ എനർജി ഫോം ചെയ്യുന്നു. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹൈ സർഫസ് ഫ്രീ എനർജി കൂടുന്നു എന്നുള്ളതാണ്. അങ്ങനെ തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആവുന്നു. ദാറ്റ് മീൻസ് സർഫസ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. 2 എമൽസിഫൈങ് ഏജന്റ് ഇൻട്രൊഡക്ഷൻ ആണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൊയലസെൻസുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് എമൽഷൻ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എമൽഷനിൽ കൊയലസെൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഈ ഒരു എമൽഷൻ എന്ന് പറയുന്ന സാധനം നശിച്ചു പോകും, അല്ലെങ്കിൽ ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ എമൽസിഫൈങ് ഏജന്റ് കൊയലസെൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ക്ലോഗിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന രീതിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എമൽസിഫൈങ് ഏജന്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവരെങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ഫിലിം ഫോം ചെയ്യും. ഫിലിം ഫോം ചെയ്ത് കഴിയുമ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ വന്ന് ഒട്ടുന്നതോ അല്ലെങ്കിൽ വന്ന് ചേരുന്നത് അങ്ങ് ഒഴിവാകും. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് കൊയലസെൻസ് കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. 2 സ്റ്റെബിലൈസേഷൻ മെക്കാനിസം ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുക, പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ടാക്കുക, ക്രിയേറ്റിംഗ് സർഫസ് ചാർജുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് റിപ്പൽഷൻ പാർട്ടിക്കിൾസ് തമ്മിൽ റിപ്പൽഷൻ ചെയ്യിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം നമുക്കൊരു സ്റ്റേബിൾ ആയുള്ള ഒരു എമൽഷൻ കിട്ടും എന്നുള്ളതാണ്. സോ ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. നമ്മൾ ഓൾറെഡി സസ്പെൻഷനിൽ പഠിച്ചുകൊണ്ട് അത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് എമൽസിഫൈങ് ഏജന്റ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് സർഫസ് ആക്റ്റീവ് ഏജന്റ് ആണ്. സോ പേര് പോലെ സ്പാൻ ട്വീൻസ്, സർഫസ് ആക്റ്റീവ് ഏജന്റ് ആണ്. സ്പാൻ ആൻഡ് ട്വീൻസ് ആണ് എക്സാമ്പിൾ വരുന്നത്. സോ ആർ അബ്സോർബ്ഡ് അറ്റ് ഓയിൽ വാട്ടർ ഇന്റർഫേസ് ടു ഫോം മോണോമോളിക്കുലർ ഫിലിംസ്. ഇവിടെ മോണോമോളിക്കുലർ ഫിലിംസുകൾ ഫോം ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്പാൻ ട്യൂൺസ് എന്ത് ചെയ്യുന്നു, മോണോമോളിക്കുലർ, ശ്രദ്ധിക്കണേ, മോണോമോളിക്കുലർ ഫിലിം ആണ് ഫോം ചെയ്യുന്നത്. കാര്യം മോണോ ഉണ്ട്, മൾട്ടി ഉണ്ട്. അപ്പൊ
അപ്പോൾ അതുകൊണ്ട് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് എമൽഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ബാരർ ഫോം ചെയ്യുകയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എമൽസിഫൈങ് ഏജന്റ് ആണ് സർഫസ് ആക്റ്റീവ് ഏജന്റ് ലൈക്ക് സ്പാൻറ്റ്വീൻസ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് ആണ്. ഇവിടെ അക്കേഷ്യ, ജെലാറ്റിൻ ഒക്കെയാണ്. ഇവിടെ മൾട്ടി ആണ് കേട്ടോ. ഇവിടെ മൾട്ടി മോളിക്കുലർ ഫിലിമാണ് ഫോം ചെയ്യുക ഇൻ ഓയിൽ വാട്ടർ എമൽഷനിലൊക്കെ. സോ ഒരു സ്ട്രോങ് ബാരർ കൊടുക്കുകയും അങ്ങനെ കോയലസൻസ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ ഏതായിരിക്കും നല്ലത്? സർഫസ് ആക്റ്റീവ് ഏജന്റ് ട്വീൻസും സ്പാനും ആണോ, അതോ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് ആയ അക്കേഷ്യൻ ജെലാറ്റിൻ ആണോ ഏറ്റവും നല്ലതായിരിക്കും? കാര്യം ഒബ്വിയസ്ലി മൾട്ടി മോളിക്കുലർ ആയിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ കോയലസൻസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് അല്ലേ. ഇനി ഫൈനലി ഡിവൈഡ് സോൾട്ട് പാർട്ടിക്കിൾസ് ആണ്. ബെൻഡനൈറ്റ്, ബീഗം പോലുള്ള സാധനങ്ങൾ നമുക്ക് എന്താ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർഫേഷ്യൽ ബിറ്റ്വീൻ രണ്ട് മിസിബിൾ ലിക്വിഡിനെയൊക്കെ നമുക്ക് അഡ്സോർബൻ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫിലിം ഫോം ചെയ്യിപ്പിച്ച് കോയലസൻസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫിസിക്കൽ ബാരർ കൊടുത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് എമൽസിഫൈങ് ഏജന്റ് കൊണ്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കോയലസൻസ് കുറയ്ക്കുക. നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിൽ ആലോചിച്ചോളാം, കോയലസൻസ് ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കോയലസൻസ് ഉണ്ടായില്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പം ഭയങ്കര സിമ്പിളാണ്, വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. 3 പഠിച്ചിട്ടുണ്ട്: സർഫസ് ആക്റ്റീവ് ഏജന്റ്, ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്, ഫൈനലി ഡിവൈഡ് സോൾട്ട് പാർട്ടിക്കിൾസ്. സോ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് മോണോമോളിക്കുലർ അഡ്സോർപ്ഷൻ. സോ മോണോമോളിക്കുലർ ഉണ്ട്, മൾട്ടി മോളിക്കുലർ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് മോണോമോളിക്കുലർ ആണ്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ സർഫസ് ആക്റ്റീവ് ഏജന്റ്സ് ആണല്ലോ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുന്നത്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, എല്ലാം നമുക്കറിയാം അല്ലേ. സോ കോയലസൻസ് ഉണ്ടാകാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു മോണോ ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോണോ ലെയർ ഉണ്ടാകുന്നു, ഡ്രോപ്ലെറ്റ്സിന് ചുറ്റും ഉണ്ടാവുകയും അങ്ങനെ അത് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഡ്രോപ്ലെറ്റ്സിനിടയിൽ ഒരു ചെറിയൊരു ഫിലിം ഫോം ചെയ്യുന്നു. ഓക്കെ, അതാണ് മോണോമോളിക്കുലർ അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു മോണോമോളിക്കുലർ അഡ്സോർപ്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഈ മോണോമോളിക്കുലർസ് ഈ സ്പാനും ട്വീൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് ഫ്ലെക്സിബിൾ ആണ്. അത് മാത്രമല്ല തിരിച്ച് വേണമെങ്കിൽ അതിന് റാപ്പിഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ആകാനും റീഫോം ആകാനും കഴിവുള്ളതാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. ഓക്കെ, അപ്പം സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ റിപ്പൽസീവ് ആക്ഷൻ ഉണ്ട്, പാർട്ടിക്കിൾ തമ്മിൽ റിപ്പൽസീവ് ആക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവിടെ സർഫാക്ടൻ അലൈൻമെന്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ സർഫാക്ടൻ മോളിക്യൂൾസിൽ ഒരു ഹെഡും ഒരു ടെയിലും ഉണ്ട്. അതായത് ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആയിരിക്കും, ഹൈഡ്രോഫിലിക്കും, ആൻഡ് ടെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിക്കും ആയിരിക്കും കേട്ടോ. ഹൈഡ്രോഫോബിക് ആയിരിക്കും കേട്ടോ. ഇപ്പൊ 2 ഭാഗമുണ്ട്. ഇത് നമുക്ക് പ്രോപ്പർലി അലൈനായാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ ഡ്രോപ്ലെറ്റ്സിനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എമൽഷൻ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഈ എമൽഷൻ ഡ്രോപ്ലെറ്റ്സ് സറൗണ്ട് ബൈ എ ലെയർ ഓഫ് സർഫാക്ടൻ. സോ ഈ ലെയർ ഓഫ് സർഫാക്ടൻ എമൽഷൻ ഡ്രോപ്ലെറ്റിനെ സറൗണ്ട് ചെയ്യുകയും അങ്ങനെ കോയലസൻസ് കുറയ്ക്കുകയും ചെയ്യും. സോ ഒരു സിമ്പിൾ ഐഡിയ ആണ് കോയലസൻസ് കുറയ്ക്കുക എന്നുള്ളതിനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് മൾട്ടി മോളിക്കുലർ അഡ്സോർപ്ഷൻ ആണ്. അവിടെ മോണോ മോളിക്കുലർ ആണെങ്കിൽ ഇവിടെ മൾട്ടി മോളിക്കുലർ ഫിലിം ഫോം ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് ആണ്. ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെയാണ്? അക്കേഷ്യ, ട്രൈഗാന്തൊക്കെയാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് അല്ലേ. സോ അക്കേഷ്യ ഉണ്ട്, ജെലാറ്റിൻ ഉണ്ട്, അതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ ബേസിക്കലി ഇതിന്റെ ഒരു ഫെർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാം, ടൈപ്പ് ഓഫ് എമൽസിഫൈങ് ഏജൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി വെക്കണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് നമ്മുടെ സർഫാക്റ്റീവ് ഏജൻസിനെ പോലെ അല്ല, അതിൽ നിന്നും വ്യത്യാസമുണ്ട്. ബേസിക്കലി അവിടെ ലോ ഇന്റർഫാഷ്യൽ ടെൻഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവരുടെ ഒരു മെയിൻ എയിം അല്ല. അവിടെ മൾട്ടി മോളിക്കുലാർ ഫിലിമുകൾ ഫോം ചെയ്യുക, അങ്ങനെ ഇന്റർഫിയറൻസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ മറ്റുള്ളത് എങ്ങനെയായിരുന്നു? ഇന്റർഫേഷ്യൽ ടെൻഷനെയും കുറക്കും, ഇവിടെ ഫിലിമും ഫോം ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. മേജർലി ഒരു ഫിലിം ഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൾട്ടി മോളിക്കുലർ ഫിലിമാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ കോയലസൻസ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടാവുക. സോ ബേസിക്കലി ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ദ ഫസ്റ്റ് വൺ ഈസ് അഡ്സോർപ്ഷൻ ആണ്. ഹൈഡ്രോഫിലിക് കൊളോയിഡ് അബ്സോർബ് അറ്റ് ദ ഓയിൽ വാട്ടർ ഇന്റർഫേസ്. ഓയിൽ വാട്ടർ ഇന്റർഫേസിൽ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് മൾട്ടി ലെയർ ഫോർമേഷൻ, മൾട്ടി ലെയേഴ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് സ്റ്റെബിലൈസേഷൻ എന്ത് ചെയ്യുന്നു? തിക് മൾട്ടി മോളിക്കുലർ ഫിലിം കോയലസൻസിനെ കുറയ്ക്കുന്നു. അപ്പം ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സർഫാക്ടൻസ് പോലെ സ്പാൻ ആൻഡ് ട്വീൻസിനെ പോലെ അല്ല ഇവിടെ ചെയ്യുന്നത്, വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ്? അഡ്സോർപ്ഷൻ ഒരു കാറ്റഗറി ഉണ്ട്, മൾട്ടി ലെയർ ഫോർമേഷൻ ഉണ്ട്, ആൻഡ് സ്റ്റെബിലൈസേഷൻ ആണ്. സോ കൂടുതൽ ഇവർ ഫിലിം ഫോം ചെയ്യുക, മൾട്ടി മോളിക്കുലർ ഫിലിം ഫോം ചെയ്യുക, അങ്ങനെ അത് ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവരുടെ മെയിൻ എയിം ഉള്ളൂ.
So next one is salt particle adsorption ആണ്. എന്താണ് സോൾട്ട് പാർട്ടിക്കിൾ അഡ്സോർപ്ഷൻ? സോ ഫൈനലി ഡിവൈഡ് ചെയ്ത് സോൾട്ട് പാർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ എക്സാമ്പിൾ പറഞ്ഞത്? ബെൻഡനൈറ്റ് പറഞ്ഞു ആൻഡ് വേഗം പറഞ്ഞു അല്ലെ. സോ ഇങ്ങനെയുള്ള സോൾട്ട് പാർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ, ലൈക്ക് ഓയിൽ ആൻഡ് വാട്ടറിൽ നമ്മൾ ഉപയോഗിച്ച് എമൽസിഫൈങ് ഏജന്റിൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ ഇന്റർഫേസ് ആണ് ബേസിക്കലി പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് അറ്റ് ദ ഇന്റർഫേസ് പ്രൊഡ്യൂസിങ് എ പെർട്ടിക്കുലർ ഫിലിം അറൌണ്ട് ഡിസ്പേഴ്സ് ഡ്രോപ്ലെറ്റ് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ടു പ്രിവെന്റ് കോയലസൻസ്. അപ്പം ഇവിടെ കോയലസൻസ് കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കോയലസൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ വെറ്റബിലിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് എമൽഷൻ ഫോംഡ്. അതായത് ഈ പാർട്ടിക്കിൾസിന്റെ വെറ്റബിലിറ്റി അനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് എമൽഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. പൗഡേഴ്സ് പ്രിഫർലി വെറ്റ് ബൈ വാട്ടർ ഫോം ഓയിൽ ബൈ വാട്ടർ എമൽഷൻ. ഇനി പൗഡേഴ്സ് നമ്മൾ വെറ്റ് ചെയ്യുന്നു, വെള്ളം വെച്ചാണ് വെറ്റ് ചെയ്യുന്നതെങ്കിൽ ഓയിലിന് വാട്ടർ എമൽഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ടാണെങ്കിലോ, വൈൽ ദോസ് മോർ ഈസിലി വെറ്റഡ് ബൈ ഓയിലായിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ ബൈ ഓയിൽ എമൽഷൻ ആയിരിക്കും. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ എന്താണ്? വെള്ളമായിട്ട് വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിൽ ബൈ വാട്ടർ ആയിരിക്കും. തിരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറിന് എന്താണ്? ഓയിലുമായിട്ടാണ് വെറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എന്തായിരിക്കും? വാട്ടർ ബൈ ഓയിൽ ടൈപ്പ് ഓഫ് എമൽഷൻ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കോയലസൻസിനെ നമ്മൾ കുറയ്ക്കുന്നത്. സോ ബേസിക്കലി പാർട്ടിക്കിൾ അബ്സോർപ്ഷൻ ആണ്. സോൾട്ട് പാർട്ടിക്കിൾ അബ്സോർബ് അറ്റ് ഓയിൽ വാട്ടർ ഇന്റർഫേസ് ഫോം പ്രൊട്ടക്ട് ലെയർ ഫോം ചെയ്യുന്നു. രണ്ട് വെറ്റബിലിറ്റി എഫക്റ്റ് ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വെറ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് ടൈപ്പ് ഓഫ് എമൽഷൻ ഉണ്ടായി എന്നുള്ളത് നോക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടിക്കിൾ എടുക്കുക. ആ പാർട്ടിക്കിൾ അതിന് കൂടുതലും വെള്ളത്തിനോടാണ് ഉണ്ടാക്കാൻ താല്പര്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, വെള്ളമാണെങ്കിൽ എന്തിനും ഓയിൽ ബൈ വാട്ടർ ഉണ്ടാക്കണം. ഇനി ഓയിൽ ആണെങ്കിലോ വാട്ടർ ബൈ ഓയിൽ ഉണ്ടാക്കണം. അല്ലാണ്ട് തിരിച്ചു മറിച്ച് ഉണ്ടാക്കാൻ നിൽക്കരുത്. ദാറ്റ് മീൻസ് അത്രയേ ഉള്ളൂ. ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിരിക്കുന്ന മാവ് ദോശ ഉണ്ടാക്കാനാണ് എളുപ്പമെങ്കിൽ ദോശ ഉണ്ടാക്കുക, ഇഡ്ഡലി ഉണ്ടാക്കാനാണ് എളുപ്പമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുക. അല്ലാതെ തിരിച്ചു മറിച്ച് ഉണ്ടാക്കരുത്. നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടില്ല, രുചി കിട്ടില്ല. ആ ഒരു പരിപാടി ഇവിടെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ഇമൽഷൻ. സോ എമൽഷന്റെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എമൽഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എമൽഷൻ പ്രോപ്പർ ആയിട്ടില്ല, അല്ലെങ്കിൽ അത് മര്യാദയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ക്രീമിങ്. എന്താണ്? ക്രീം ഫോം ചെയ്യാണോ? അല്ല. എന്താണ് ക്രീമിങ് വെച്ചാൽ ഡിസ്പോസ്ഡ് ഫേസ് റൈസ് ഓർ സെഡിമെന്റ് ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ്. സോ ഇവിടെ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം ഡിസ്പേഴ്സ്ഡ് ഫേസ് മാറ്റമുണ്ടാകുന്നു. റിവേഴ്സിബിൾ പ്രോസസ് അഫക്റ്റിംഗ് ഡോസ് യൂണിഫോമിറ്റി ആൻഡ് വിഷ്വൽ അപ്പീൽ. അപ്പം നമ്മൾ ഇതുപോലെ ഡെൻസിറ്റി ഡിഫറൻസ് വന്നു, അപ്പം നശിച്ചു പോയി, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം വന്നു. അപ്പം നമ്മൾ വീണ്ടും ആ പ്രോസസ് റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് യൂണിഫോമിറ്റിയും വിഷ്വൽ അപ്പീൽ നമുക്ക് കാണുന്ന വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. സോ ബേസിക്കലി നമുക്ക് ഡോസേജിൻ്റെ ഒക്കെ യൂണിഫോമിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ക്രീമിങ്. എന്താണ്? ഡെൻസിറ്റി ഇഷ്യൂ കാരണം, അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം എന്ത് ചെയ്യുന്നു? ഡിസ്പേഴ്സ്ഡ് ഫേസ് റൈസസ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോക്കുലേഷൻ ആണ്. റിവേഴ്സിബിൾ അഗ്രിഗേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ടു 3-dimensional ക്ലസ്റ്റർ. അതെന്താണ്? ഈ നമ്മൾ അഗ്രിഗേറ്റ് ഇല്ല, അതെല്ലാം റിവേഴ്സ് ചെയ്യുന്നു. എങ്ങനെയാണ്? 3-dimensional ക്ലസ്റ്റർ പോലെ ഇങ്ങനെ ഫോം ചെയ്ത് മാറി നിൽക്കുവാണ് ചെയ്യേണ്ടാവുക. കൻ ഒക്കേഴ്സ് ബിഫോർ, ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ക്രീമിങ്. ഒന്നും ക്രീമിങ് ഉണ്ടാവുന്നതിന് മുന്നോ അല്ലെങ്കിൽ ക്രീമിങ് ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്നതിന് നമ്മൾ ഫ്ലോക്യൂൾസ് എന്താണ്? ഈ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നിട്ട് ഇങ്ങനെ കുമ്പള പോലെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നു. അത് തന്നെ അത്രയേ ഉള്ളൂ. ഈ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ വന്ന് ഒരുമിച്ച് അങ്ങ് ചേർന്നിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഇസ് കോയലസെൻസ് ആണ്. അപ്പോൾ കോയലസെൻസ് എന്ന് പറയുന്നത് എന്താ? കോയലസെൻസ് സോ ഫ്യൂഷൻ ഓഫ് എമൽസിഫൈഡ് ഡ്രോപ്പിൾ ഇൻ ടു ലാർജ് പാർട്ടിക്കിൾ. അപ്പോൾ കുഞ്ഞു പാർട്ടിക്കിൾസ് ചേർത്തിട്ട് വലിയൊരു പാർട്ടിക്കിൾ ആയിട്ട് വന്നിരിക്കാം. ഓക്കെ. ഇറിവേഴ്സിബിൾ പ്രോസസ് ലീഡിങ് ടു എമൽഷൻ ബ്രേക്കിംഗ്. സോ ബേസിക്കലി എമൽഷൻ ബ്രേക്ക് ആകുമ്പോഴാണ് ഉണ്ടാവുന്നത്. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, പോയി തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഫേസ് ഇൻഫെക്ഷൻ. അതായത് നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ ഓയിൽ വാട്ടർ ഉണ്ടാക്കി വെച്ചു, ഓയിൽ ഉണ്ടാക്കി വെച്ചു, അത് തിരിഞ്ഞു വരിക, അല്ലെങ്കിൽ തിരിഞ്ഞ് മാറി പോവുക. അപ്പോൾ ഓയിൽ വാട്ടറിന് ഓയിലാകാം, അല്ലെങ്കിൽ വാട്ടറിന് ഓയിൽ വാട്ടർ ആകാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുക. അപ്പം അത് വേരിയസ് ഫാക്ടേഴ്സ് ആണ്. ഒന്നെങ്കിൽ ടെമ്പറേച്ചർ കാരണമാകാം, അല്ലെങ്കിൽ ഫേസ് വോളിയം റേഷ്യോ ചേഞ്ചസ് കാരണമാകാം. അപ്പം മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണമാണ് ഫേസ് ഇൻവേർഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രീമിംഗ് പറഞ്ഞു ഡെൻസിറ്റി ഡിഫറൻസ്, ഫ്ലോക്കുലേഷൻ പറഞ്ഞു ചെറിയ ഡ്രോപ്ലെറ്റ്സുകളെല്ലാം 3-dimensional ക്ലസ്റ്ററിലേക്ക് ഫോം ചെയ്യുന്നു. കോയലസെൻസ് പറഞ്ഞു എന്താണ്? ഡ്രോപ്ലെറ്റ്സുകൾ ലാർജ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ഫേസ് ഇൻഫെക്ഷൻ പറഞ്ഞു ഓയിലും വാട്ടർ തിരിച്ചു പോവുക, വാട്ടറിന് ഓയിൽ വരിക, വാട്ടറിന് ഓയിലും വാട്ടറായിട്ട് മാറിയും തിരിഞ്ഞും പോവുക എന്നുള്ളതാണ്. സോ ടെമ്പറേച്ചർ ഒക്കെയാണ് അതിന് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
പറഞ്ഞു. ഇനി നമ്മൾ ക്രീമിങ് എങ്ങനെ ഒഴിവാക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്യുക. അതായത് ഡിക്രീസ് ഡ്രോപ്ലെറ്റ് ഡയമെൻഷൻ ബിലോ 5 mm. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞല്ലേ 0.12 നമുക്ക് 5 mm ആയിരിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ ഡ്രോപ്ലെറ്റിന്റെ ഡയമീറ്റർ എപ്പോഴും 5 mm ബിലോ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രീമിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. ടു സ്ലോ സെറ്റിലിംഗ് ഓർ ക്രീമിംഗ് ത്രൂ ഇൻക്രീസ്ഡ് ബ്രൗണിൻ മൂവ്മെന്റ്. സോ നമ്മൾ ഈ 5 mm അല്ലെങ്കിൽ 0.1 ആക്കുമ്പോൾ ഉള്ള ഉപയോഗം എന്താണ്, അവിടെ ബ്രൗണിൻ മൂവ്മെന്റ് കൂടുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ക്രീമിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി. സോ നമ്മൾ വിസ്കോസിറ്റി ഇംപ്രവൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ലൈക്ക് തിക്കലിംഗ് ഏജന്റ് ഒക്കെ ആഡ് ചെയ്യും, മീത്തൽ സെല്ലുലോസ് ട്രഗാന്തൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് ക്രീമിംഗ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഡെൻസിറ്റി മാച്ചിങ് ആണ്. ഡെൻസിറ്റി പ്രോപ്പർ ആണോ നോക്കാം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൻസിറ്റി ഇഷ്യൂസ് ആണല്ലോ ക്രീമിങ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഡെൻസിറ്റി പ്രോപ്പർ ആണോ ഇല്ലെങ്കിൽ നമ്മൾ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. പാർട്ടിക്കിൾസ് റെഡ്യൂസ് ചെയ്യുക, വിസ്കോസിറ്റി കൂട്ടുക, ഡെൻസിറ്റി മാച്ചിങ് ആണോ നോക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോക്കുലേഷൻ എമൽഷൻ. നമുക്ക് അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് അയോണിക് സർഫാക്ടൻ. അയോണിക് സർഫാക്ടൻ യൂസ് ചെയ്യുക. അതായത് സ്റ്റെബിലൈസ് എമൽഷൻ വിത്ത് അയോണിക് സർഫാക്ടൻ അറ്റ് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ടു ക്രിയേറ്റ് റിപ്പൽഷൻ ബിറ്റ്വീൻ ചാർ ഡ്രോപ്ലെറ്റ് കീപ്പിംഗ് ദം അഗ്രിഗേറ്റഡ്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അയോണിക് സർഫാക്ടന്റുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിപ്പൽഷൻ നമുക്ക് കീപ്പ് ഓൺ ചെയ്യാൻ പറ്റുകയും അങ്ങനെ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും ഈ ഫ്ലോക്യൂൾസ് ആയിട്ട് മാറില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് യൂണിഫോം സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഗ്ലോബ്യൂൾസിന് പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ സൈസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ സ്മാൾ പാർട്ടിക്കിൾസിനിടയിൽ എന്താണ് ഈ വന്നിങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കാൻ, അല്ലെങ്കിൽ ഈ ലാർജ് പാർട്ടിക്കിൾസ് ഇടയിൽ വന്നിരുന്നിട്ട് അത് ഒട്ടിച്ചേർത്ത് നിർത്താനുള്ള പരിപാടിയൊന്നും ചെയ്യില്ല. സോ ബേസിക്കലി ലാർജ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ വന്നിട്ട് കുഞ്ഞു പാർട്ടിക്കിൾസ് ഒക്കെ വന്നിരുന്നിട്ട് തന്നെ ഇങ്ങനെ ഒരുമിച്ച് ചേർത്തൊക്കെ നിർത്താറില്ലേ, ആ ഒരു സംഭവം. അല്ലെങ്കിൽ ദിസ് റെഡ്യൂസ് ദ ടെൻഡൻസി ഓഫ് സ്മാൾ പാർട്ടിക്കിൾ ടു ഓക്യുപ്പൈ സ്പേസ് ബിറ്റ്വീൻ ലാർജ് വൺ. അപ്പം ഈ ലാർജ് വണ്ണിന്റെ ഇടയിൽ വന്നിരിക്കാനുള്ള ടെൻഡൻസി ഒക്കെ എന്തെങ്കിലും കുറക്കുവാണ് ചെയ്യേണ്ടാവുക. ആൻഡ് വിസ്കോസിറ്റി കൺട്രോൾ, ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് ദ വിസ്കോസിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ മീഡിയം ടു റെഡ്യൂസ് ഗ്ലോബ്യൂൾ മൊബിലിറ്റി. സോ ഗ്ലോബ്യൂൾസിന്റെ മൊബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഗ്ലോബ്യൂൾസിന്റെ മൊബിലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിസ്കോസിറ്റി കൂട്ടാം എന്നുള്ളതാണ്. അങ്ങനെ ഫ്ലോക്യൂൾസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അപ്പൊ അയോണിക് സർഫാക്ടന്റ് ഉപയോഗിക്കുക, സൈസ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആക്കുക, ആൻഡ് വിസ്കോസിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ഫ്ലോക്യൂൾസ് ആണ് ionic strength, emulsifying concentration, internal phase volume, tight packing of dispersed phase ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോക്കുലേഷൻ ഒക്കെ അല്ലെങ്കിൽ ഫ്ലോക്യൂൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ കീപ്പ് ഓൺ മൈൻഡ് ചെയ്യണം. അത് അയോണിക് സ്ട്രെങ്ത് കൂടുതലാണോ എന്നാൽ ഫ്ലോക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യും. ഹയർ എമൽസിഫയർ കോൺസെൻട്രേഷൻ ഉണ്ടോ എന്നാൽ അതും ഫ്ലോക്യൂൾസിനെ പ്രൊമോട്ട് ചെയ്യും. ഹൈ ഇന്റർണൽ ഫേസ് വോളിയം ഉണ്ടോ ഫ്ലോക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യും. ടൈറ്റ് പാക്കിംഗ് ആണോ പ്രൊമോട്ട്സ് ഫ്ലോക്കുലേഷൻ. അപ്പൊ ഇതെല്ലാം പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചു തന്നെ നോക്കണം. ഇതൊക്കെ ഉണ്ടോ, പ്രശ്നമുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു എമൽഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോക്കുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസിന് കാരണമായ കുറച്ച് ഫാക്ടേഴ്സ് ആണ്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്. സോ ഇത്രയും കാണാതെ തന്നെ പഠിച്ചു തന്നെ പോവാം. സോ നെക്സ്റ്റ് വൺ ഈസ് കോയലസെൻസ്. സോ കോയലസെൻസ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് തിക്ക് ഇന്റർഫേഷ്യൽ ഫിലിം. അതായത് ഫോം തിക്ക് ഇന്റർഫേഷ്യൽ ഫിലിം യൂസിങ് മാക്രോ മോളിക്യൂൾ ഓർ പർട്ടിക്കുലേറ്റ് സോൾ ടു ക്രിയേറ്റ് എ സ്ട്രോങ് ബാർ അഗൈൻ കോയലസെൻസ്. അപ്പോൾ നമ്മളൊരു മോണോ അല്ലെങ്കിൽ മാക്രോ നമുക്ക് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിലിം ഫോം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, കോയലസെൻസ് ഉണ്ടാവില്ല. പിന്നെ നാച്ചുറൽ ഗം ആൻഡ് പ്രോട്ടീൻ, അതായത് നാച്ചുറൽ ഗമ്മും പ്രോട്ടീനും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എമൽസിഫൈസ് അറ്റ് ലോ കോൺസെൻട്രേഷൻ ഓർ പ്രൈമർലി എമൽസിഫൈഡ് ഹയർ കോൺസെൻട്രേഷൻ. സോ നമ്മൾ ഈ ഒരു ഗമ്മും പ്രോട്ടീനും ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ഓക്സിലറി എമൽസിഫയർ ആയിട്ടിരിക്കും. അതായത് നമുക്ക് ഓൾറെഡി എമൽസിഫയേഴ്സിന്റെ യൂസ് എന്താണ്, നമുക്ക് കോയലസെൻസ് കുറയ്ക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗമ്മും പ്രോട്ടീനെ ഹെൽപ്പ് ചെയ്യുകയും അത് മേ ബി ലോ കോൺസെൻട്രേഷനിലാകാം ഹയർ കോൺസെൻട്രേഷനിലാകാം, എന്താണ് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് യൂണിഫോം ഗ്ലോബൽ സൈസ് ആണ്. എല്ലായിടം പറയുന്ന പോലെ തന്നെ യൂണിഫോം ആയിട്ടുള്ള ഗ്ലോബൽ സ്പേസ് വെക്കുക, അല്ലെങ്കിൽ ലാർജ് വണ്ണിടയിൽ കയറി ചെറുവന്നിരുന്നിട്ട് കോയലസെൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതും ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരെണ്ണം പഠിച്ചപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ പഠിക്കാൻ എളുപ്പമാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു വരാനായിട്ട് പറ്റും. സോ ലാസ്റ്റ് വൺ ഈസ് ഫേസ് ഇൻവേർഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഫേസ് ഇൻവേർഷൻ എന്താ
ഉണ്ടെന്ന് പറഞ്ഞു. സോ മാറിപ്പോവാ, തിരിഞ്ഞും മറിഞ്ഞും പോവാ അല്ലേ. സോ ഫേസ് ഇൻവേർഷൻ ഉണ്ടാവുന്നത് ഒന്നുകിൽ നമ്മൾ പ്രോപ്പർലി നമ്മൾ ഉപയോഗിക്കുന്നില്ല, എമൽസിഫൈങ് ഏജന്റ് ഉപയോഗിക്കാതെയോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചർ ആകാം എന്നൊക്കെ ഓൾറെഡി പറഞ്ഞതുപോലെ. ബേസിക്കലി എമൽസിഫയേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലാണ്, അല്ലെങ്കിൽ ആ റേഷ്യോയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലാണ്. സോ ഇപ്പം ബേസിക്കലി നമുക്ക് വായിച്ചു പോവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഒക്കേഴ്സ് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ചേഞ്ച് ഇൻ എമൽസിഫൈ സോളബിലിറ്റി ഓർ ഓൾട്ടർ ഇൻ ഫേസ് വോളിയം റേഷ്യോ. ഒന്നെങ്കിൽ എമൽസിഫൈന്റെ സോളബിലിറ്റിയെ ബാധിക്കാം, അല്ലെങ്കിൽ ഫേസ് വോളിയം റേഷ്യോനൊക്കെ ബാധിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ഓയിൽ വാട്ടർ എമൽസിഫൈങ്ങിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ സ്റ്റെബിലൈസ്ഡ് ബൈ സോഡിയം സ്റ്റിയറേറ്റ് ക്യാൻ ഫോം ഓയിൽ സോലബിൾ കാൽഷ്യം സ്റ്റിയറേറ്റ്. അതായത് നമ്മളിൽ ഒരു ഓയിൽ വാട്ടർ എമൽഷൻ ഉണ്ട് എന്ന് വെച്ചോളൂ, അതിലേക്ക് നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യാണ്, അതിൽ സോഡിയം സ്റ്റിയറേറ്റ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ സോലബിൾ കാൽഷ്യം സ്റ്റിയറേറ്റ് എമൽഷൻ ഫോം ചെയ്യും. സോ ഇൻവേർട്ട് ദ എമൽഷൻ ടു വാട്ടർ ബൈ ഓയിൽ, അത് പിന്നെ അത് വാട്ടർ ബൈ ഓയിലായിട്ട് മാറുകയാണ് ചെയ്യുക. ഓയിൽ സോലബിൾ കാൽഷ്യം സ്റ്റിയറേറ്റ് ഫോം ചെയ്തിട്ട് അത് വാട്ടർ ഓയിലാകും. കണ്ടോ, നമ്മൾ ഓയിൽ വാട്ടർ ആയിരുന്നു, അത് മാറി വാട്ടർ ഓയിലിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പം ഓയിൽ വാട്ടർ എന്ത് ചെയ്യുന്നു, നമ്മളെ ഓയിൽ സോലബിൾ കാൽഷ്യം സ്റ്റിയറേറ്റ് ഫോം ചെയ്യുകയും അങ്ങനെ അത് മാറുകയും ചെയ്യുന്നു. ഓയിൽ വാട്ടർ ഓയിലായിട്ട് മാറുകയാണ് ചെയ്യേണ്ടാവുക. സോ ടെമ്പറേച്ചറൊക്കെ ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. സോ എപ്പോഴും ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ പ്രോപ്പർ റൂം ടെമ്പറേച്ചറിലാണ് എന്നൊക്കെ പറയാറുണ്ട്. സോ അതൊക്കെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്രിസർവേഷൻ ഓഫ് എമൽഷൻ നമുക്ക് എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇസ് മൈക്രോബിയൽ ഗ്രോത്ത്. എപ്പോഴും എമൽഷനെ ബാധിക്കുന്ന ഒരു പ്രശ്നം മൈക്രോബിയൽ ഗ്രോത്ത് തന്നെയാണ് എന്നുള്ളതാണ്. മൈക്രോബിയൽ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ വരും, പിന്നെ ഫേസ് ഒക്കെ സെപ്പറേറ്റ് ആവും, അത് ഭയങ്കര പ്രശ്നമാണ്. സോ പ്രിസർവേറ്റിംഗ് ചലഞ്ച് എന്ന് വെച്ചാൽ എപ്പോഴും പ്രിസർവ് ചെയ്യുക, എമൽഷനെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. ഞങ്ങളൊക്കെ ലാബിലൊക്കെ എമൽഷൻ ഉണ്ടാക്കിയ കുപ്പിയൊക്കെ അടച്ചിട്ടുണ്ടാവും. തലേദിവസം ലാബിന്റെ എക്സാം തുറക്കുക, ഭയങ്കര സ്മെല്ലായിരിക്കും. ചിലതൊക്കെ സ്മെൽ ഉണ്ടാവില്ല, അതിൻ്റെ ഒന്നും നമ്മൾ എവിടെയെങ്കിലും കൊണ്ടല്ലേ വെക്കുക. അപ്പം വെയിലൊക്കെ അടിക്കുവാണെങ്കിൽ പെട്ടെന്ന് എമൽഷനൊക്കെ തിരിച്ച് മാറിപ്പോവും. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഓയിൽ, വാട്ടർ, അതിൻ്റെയൊക്കെ റേഷ്യോ നോക്കുക. പിന്നെ അയണൈസേഷൻ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. പ്രിസർവേറ്റീവ് സെലക്ഷൻ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു പ്രിസർവേറ്റീവ് ഏജന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കണം അവിടെ ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, pH സെൻസിറ്റീവ് ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ചൂസ് പ്രിസർവേറ്റീവ് ദാറ്റ് മെയിൻറ്റെയിൻ എഫക്റ്റീവ്നെസ് ഇൻ അക്വസ് ഫേസ്. മിക്കവാറും അക്വസ് ഫേസിൽ എഫക്റ്റീവ്നെസ് കൊടുക്കുന്ന പ്രിസർവേറ്റീവിനെ വേണം നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന പ്രിസർവേറ്റീവ് സെലക്ഷൻ ആണ്. എങ്ങനെയാണ് പ്രിസർവേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ചൂസ് പ്രിസർവേറ്റിംഗ് ദാറ്റ് മെയിൻറ്റെയിൻ എഫക്റ്റീവ്നെസ് ഇൻ അക്വസ് ഫേസ്. അക്വസ് ഫേസിൽ നമുക്ക് എഫക്റ്റീവ്നെസ് തരുന്ന പ്രിസർവേറ്റിന് എടുക്കുക വെയർ ബാക്ടീരിയ പ്രൈമർലി ഗ്രോ. മിക്കവാറും അക്വസ് ഫേസ് ഉള്ള എമൽഷനിലാണ്, അല്ലെങ്കിൽ അക്വസ് ഫേസ് കൂടുതലായിട്ടുള്ള എമൽഷനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ pHന്റെ പ്രിസർവേറ്റീവ് ആക്ടിവിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ആവശ്യമാണ്. നമുക്ക് ജസ്റ്റ് എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, മേജർ പോയിന്റ്സ് മനസ്സിലാക്കി. One is emulsion formulation by HLB method. So emulsion formulation HLB മെത്തേഡുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? എന്താ HLB? ഹൈഡ്രോഫൈൽ ലിപ്പോഫിലിക് ബാലൻസ് ആണ് HLB എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി എമൽഷൻ ഫോർമുലേഷനിൽ HLB ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നു? പോളർ ആൻഡ് നോൺ പോളർ നേച്ചർ ഓഫ് സർഫാക്റ്റന്റ് നമ്മൾ നോക്കാറുണ്ട്. വിത്ത് ON വാട്ടർ എമൽസിഫൈങ് ഏജന്റ് ഹാവിംഗ് HLB വാല്യൂ 8 to 16 ആൻഡ് വാട്ടർ ബൈ ഓയിൽ എമൽഷൻ ഏജന്റ് 3 to 6. സോ ബേസിക്കലി നമുക്ക് എപ്പോഴും വാട്ടർ ഓയിൽ ആണെങ്കിലോ ഓയിൽ വാട്ടർ ആണെങ്കിലോ അതിന് നമ്മൾ പറയാറുണ്ട്, ഒരു വാല്യൂ പറയാറുണ്ട്. സോ ഓയിൽ വാട്ടർ ആണെങ്കിൽ 8 to 16 ആൻഡ് വാട്ടർ ഓയിൽ ആണെങ്കിൽ 3 to 6 ആണ് നമ്മൾ പറയുക. സോ HLB ഓഫ് എമൽസിഫൈങ് സ്പെസിഫിക് ഓയിൽ ക്യാൻ ബി ഡിറ്റർമൈൻ ത്രൂ ട്രയൽ ആൻഡ് എറർ ഓർ ബൈ റെഫറൻസിങ് എസ്റ്റാബ്ലിഷ്ഡ് വാല്യൂ. സോ നമുക്ക് HLB സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് വാല്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, അത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഫോർമുലേഷൻ ഇൻവോൾവ് calculating the total RHLB of oil mixes and selecting appropriate emulsifying blend to match the value ensure optimal emulsion stability. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് വാല്യൂ ഉണ്ട്, അത് വെച്ചുകൊണ്ട് നമുക്ക് HLB അറിയാൻ പറ്റും. ബീസ് വാക്സ് ആണെങ്കിൽ 4, വാട്ടർ ഓയിൽ ആണെങ്കിൽ ഓയിലിൻ്റെ വാട്ടർ ആണെങ്കിൽ 12 ആണ്, ലിക്വിഡ് പാരഫിൻ, വൂൾ ഫാറ്റ്. അപ്പം അതിനൊക്കെ ഓരോ വാല്യൂസ് ഉണ്ട്. പറ്റുന്നൊക്കെ പഠിച്ചു വെക്കുക. റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതും കൂടെ ജസ്റ്റ് നോക്കി വെക്കുക എന്താണ് HLB മെത്തേഡ് എന്നുള്ളത്. മിക്കവാറും ഒക്കെ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. സോ അതുകൊണ്ട് ജസ്റ്റ് നോക്കി വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് HLB മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഐഡിയ കിട്ടും. സോ ഇത്രയേ ഉള്ളൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്താണ് എമൽഷൻ എന്നുള്ള ഐഡിയ കിട്ടുക, അല്ലെങ്കിൽ ഫേസ് ഇൻവേർഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോയൽസൻസ് ഫോം ചെയ്യാനുള്ള പ്രിവെന്റീവ് മെത്തേഡ്സ് എന്നാണ്. അങ്ങനെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. സോ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, ക്ലാസ് കേൾക്കുക, പിന്നെ നോട്ടും കൂടെ വായിക്കുക, ഒരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.